കൊച്ചി നഗരത്തിലേക്ക് വന്നാൽ വലിയ രീതിയിലുള്ള മഴ ഇതുവരേക്കും രേഖപ്പെടുത്തിയിട്ടില്ല. ഇടവിട്ടുള്ളൊരു മഴ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ രാത്രി തുടർച്ചയായി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മഴയുണ്ടായിരുന്നു. പക്ഷെ പുലർച്ചയോടുകൂടി അത് മാറുകയും ചെയ്തു. ഇടവിട്ട ഇപ്പോൾ അല്പസമയം മുൻപ് എന്തായാലും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നു. പക്ഷെ അത് വലിയ ശക്തമായിട്ടുള്ള മഴ അല്ല, ഇങ്ങനെ ഇടവിട്ടുള്ള ഒരു മഴയാണ്. ഒരു മഴ സാധ്യതയിൽ തന്നെയാണ് അന്തരീക്ഷം മുഴുവനും. എന്തായാലും മറ്റൊരു കാര്യം, മലയോര മേഖലകളിൽ പിന്നെയും കനത്ത മഴ പെയ്യുന്നുണ്ട്, ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൂടി വരുന്നുണ്ട്. എങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യമോ ഒന്നും തന്നെയില്ല. പെരിയാറിന്റെ തീരങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മഴ ശക്തമാകുകയോ വീടുകളിലേക്ക് വെള്ളം കയറുകയോ ചെയ്താൽ ഭരണകൂടത്തെ അറിയിക്കുക, എത്രയും വേഗം അവിടെ നിന്ന് മാറണം എന്നൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം യെല്ലോ അലേർട്ടാണ് ജില്ലയിലുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷവും ഒക്കെ വലിയ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ തീരദേശത്തുള്ളവർക്ക് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷെ മത്സ്യബന്ധനത്തിന് വിലക്കില്ല, ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നഗരത്തിൽ വെള്ളക്കെട്ടോ മറ്റോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരാശ്വാസകരമാണ്. അഭിലാഷ്, ഇതാണ് സാഹചര്യം കൊച്ചിയിൽ. അതായത് മഴ ഇടവിട്ടാണ് പെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം ഉണ്ട് അവിടെ. അങ്ങനെ വലിയൊരു ദുരിതത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ച അങ്ങനെയല്ല. തിരുവനന്തപുരത്തിൻ്റെ പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മഴ, ചെറിയ ഇടവേളകളിൽ മഴ തോർന്നിരുന്നു. പക്ഷേ രാത്രി വീണ്ടും മഴ പെയ്യുന്നു. ഇന്ന് പുലർച്ചെ വരെ ആ മഴ നിലനിൽക്കുന്നു. ഇങ്ങനെ ഏതാനും മണിക്കൂറുകൾ മഴ പെയ്താൽ പോലും ഈ പ്രദേശമൊക്കെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അധികൃതരെ ബന്ധപ്പെട്ടപ്പോഴൊന്നും ആരുടെയും ഭാഗത്ത് നിന്നും മറുപടി ഉണ്ടായില്ല എന്ന വലിയ വിമർശനം പ്രദേശവാസികളൊക്കെ ഉന്നയിക്കുന്നുമുണ്ട്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് എന്നത് കാണാം. അത് വലിയ തോതിൽ ഗതാഗത സംവിധാനങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ ഉണ്ട്, ഇടവഴികളിൽ ഉണ്ട്. എല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നില്ലേ? അവരുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? യെസ്, ഒരുപക്ഷെ വരും വാർത്തകളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ നടപടികൾ, അതായത് പ്രദേശവാസികൾക്ക് ആശ്വാസകരമാകുന്ന നീക്കങ്ങൾ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അനാവശ്യമായി കോലിട്ടുകുത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണ് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ആയിരിക്കും. വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നും ആരെങ്കിലും പറയുന്നത് കേട്ട അഭിപ്രായം പറയുന്നവരല്ല CPIM എന്നും വ്യക്തതയുള്ള കാര്യങ്ങളെ പറയൂ എന്നും സുരേഷ് ബാബു പ്രതികരിച്ചു. എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നമുക്ക് മനസ്സിലായിക്കോളും. അത്രേ എനിക്ക് പറയാനുള്ളൂ.